60 കിലോമീറ്റർ ദൂരമുള്ള ട്രാക്ക്. ട്രാക്കല്ല, പബ്ലിക് റോഡ്. അതായത് നമ്മുടെ കോഴിക്കോട് മുതൽ വയനാട് ചുരം കയറുന്ന ദൂരം. 200+ കോർണേഴ്സ്. ബൈക്ക് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അത് വല്ല മരത്തിലോ മതിലിലോ കൊക്കയിലോ. ഈ ചങ്ങായി എന്തൊക്കെ പറയുന്നതല്ലേ നിങ്ങൾ വിചാരിക്കണേ? ഐൽ ഓഫ് മാൻ TT, മോസ്റ്റ് ഡേഞ്ചറസ് റേസ് ഇൻ ദ വേൾഡ്. ഏർലി 1900s ബ്രിട്ടനിലെ കുറെ ചെക്കന്മാര് ഓരോരോ സാമാനം എടുത്ത് റോട്ടിലോട്ട് ഇറങ്ങി. എന്തിനാന്നല്ലേ? റേസ് ചെയ്യാൻ. ഇത് വേറെ ഗവൺമെന്റ് ആണ്, പിന്നെ പറയണ്ടല്ലോ. അവന്മാർ പുതിയ നിയമം കൊണ്ടുവന്ന്, പ്രിയ നാട്ടുകാരെ, ഇനി നിങ്ങളെല്ലാരും 30 കിലോമീറ്ററിന്റെ താഴെ മാത്രം വണ്ടി ഓടിച്ചാൽ മതിയെന്ന്. ഇത് കേട്ട് പിള്ളേരെല്ലാരും കുറച്ച് ടൈമെങ്കിലും അടങ്ങിയിരിക്കുന്നതാണ് നാട്ടുകാരും ഗവൺമെന്റും വിചാരിച്ചത്. പക്ഷെ ജൂലിയൻ ഓർഡെ, ബ്രിട്ടനിലെ വണ്ടിപ്രാന്തന്മാരുടെ സെക്രട്ടറി പുള്ളിക്കാരെ ഐൽ ഓഫ് മാൻ ഐലൻഡ് പോയിട്ട് അവിടുത്തെ മെയിൻ ആൾക്കാരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പിള്ളേർക്ക് ഒരു റേസ് നടത്തണം, നിങ്ങളുടെ പബ്ലിക് റോഡ് ഒന്ന് ക്ലോസ് ആക്കി തരുമെന്ന്. ആളൊരു കൺവിൻസിങ് സ്റ്റാറായിരുന്നു. എന്തായാലും ഐൽ ഓഫ് മാൻ്റെ ആൾക്കാർ റോഡൊക്കെ ക്ലോസ് ആക്കി തരാം, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. 1907 പിള്ളേർ പണി തുടങ്ങി. റേസ് തുടങ്ങി 4 വർഷം കഴിയുമ്പോൾ, അതായത് 1911 ഒരുത്തൻ അവിടെ ഒരു സംഭവത്തിന് തുടക്കം ഇട്ടു. ആക്സിഡന്റ്. ഇത് തന്നെയാണ് ഈ റേസിന് ഇത്രയും ഫേമസ് ആക്കിയത്. ഇതുവരെ 269 മരണം. ലാസ്റ്റ് മരിച്ചത് 2023 എങ്ങാണ്ടാണ്. നിങ്ങൾ TV മോട്ടോ GP ഒക്കെ കണ്ടിട്ടുണ്ടോ? ഏത് നമ്മുടെ വാലന്റീനോ റോസി മാർക്കസ് ഒക്കെ ഇങ്ങനെ മുട്ടരച്ച് ഇങ്ങനെ പോകുന്ന പരിപാടി, അത് തന്നെ. അതൊക്കെ ഇതിന്റെ മുന്നിൽ വെറും ലുഡോബോർഡ് കളിക്കുന്ന ഫീലാണ്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോ GP റേസസ് ഒന്നും ഇതിൽ പങ്കെടുക്കാറില്ല. ഇതിലാകെ പങ്കെടുക്കുന്നത് കുറെ തല പോയ, മരണത്തിനൊന്നും പേടിയില്ലാത്ത കുറെ ടീമുകളാണ്. ഈ 60 കിലോമീറ്റർ റോഡ് നിങ്ങളൊന്ന് കാണണം. നമ്മളെ പാളയം മാർക്കറ്റ് പോലാണ്. ചെറിയ വഴിയും പെട്ടെന്നുള്ള വളവും തിരിവും. വണ്ടികളാണെങ്കിലോ 300-320 സ്പീഡിൽ. ഷെജാതി മൂടില്ലേ. 6 ലാപ്പ് വരുന്ന ഈ റേസ്, അതായത് ഒരു 300 കിലോമീറ്റർ പ്ലസ് ദൂരമുണ്ട്. ഇത് പെട്ടെന്ന് തിരിച്ചാക്കണമെങ്കിൽ അത്രയും സ്പീഡ് പോകുമാണ്. അതുകൊണ്ടാണ് ഈ ചങ്ങായിമാർ 300-320 സ്പീഡിലൊക്കെ പറക്കുന്നത്. പിന്നെ വല്ല മരത്തുനിന്നോ മതിലിനോ ഇവന്മാരെ വടിച്ചെടുക്കുന്നതും. 2 വീക്കാണ് ഈ റേസ് നടക്കുന്നത്. ഫസ്റ്റ് വീക്ക് പ്രാക്ടീസും സെക്കൻഡ് വീക്ക് റേസും. ഈ റേസിൽ പങ്കെടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടും. പക്ഷെ ഇവന്മാർ ഈ ക്യാഷ് പ്രൈസ് കിട്ടാനൊന്നല്ല റേസ് ചെയ്യുന്നത്, കഴപ്പ് എന്ന് കാണുന്നവർ പറയും. പക്ഷെ ഇവന്മാരങ്ങനെ പറയില്ല. ഇത് ജസ്റ്റ് പാഷനും പിന്നെ ഇത്രയും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റേസിൽ പങ്കെടുക്കാന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. ഒട്ടും തന്നെ പേടിയില്ലാത്ത ഇവന്മാരെ കൂട്ടത്തിൽ ഒരു പഠിപ്പിയുണ്ട്, ജോയ് ഡോണലപ്പ്. 26 റേസിലാണ് ആ ചങ്ങായി ജയിച്ചത്. എനിക്കറിയാം ഇതൊരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ അല്ലാന്ന്. ഇപ്പൊ തൽക്കാലം നിങ്ങളിത് കണ്ടിരി. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ജോയ് ഡോണലപ്പ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു സാധനമായിട്ട് വരാം. അപ്പൊ അതുവരെ ബൈ.